നമസ്കാരം, എൻ്റെ പേര് പ്രബീഷ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു പുതിയ വിഭവമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പഴം പ്രഥമൻ. അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ 2 കിലോ നേന്ത്രപ്പഴം വെവിച്ച് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. 1.25 കിലോ ശർക്കര ലായനിയാക്കി വെച്ചിട്ടുണ്ട്. 4 നാളികേരത്തിൻ്റെ 2-ാം പാല്, 1-ാം പാല്, ജീരകപ്പൊടി, വെള്ളം, നമ്പീശൻസ് നെയ്യ്, പിന്നെ നാളികേരക്കൊത്ത് നെയ്യിൽ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് നമ്മൾ മൂപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പായസം ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഒരു ഗ്ലാസ്സും മുഴുവൻ ഒഴിച്ചിട്ടില്ല നമ്മൾ. നമുക്ക് കുറച്ച് നെയ്യ് മിക്സ് ചെയ്യാം. അപ്പം നമുക്കതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ജ്യൂസ് നമുക്കതിലേക്ക് മിക്സ് ചെയ്യാം. ഏകദേശം നമ്മളൊരു 10 മിനിറ്റോളം നമ്മൾ ആ വെള്ളം ഒഴിച്ച് നമ്മൾ ആ ജ്യൂസ് ഒഴിച്ചിട്ട് 10 മിനിറ്റോളം നമ്മൾ പഴം വരട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും വെള്ളം അതിൽ ആ ഒഴിച്ച വെള്ളം നമ്മൾ വറ്റിയിട്ടുണ്ട്. നമുക്കിനി ശർക്കരയുടെ ലായനി ഒഴിക്കാം. ആ ലായനി ഒഴിച്ചിട്ട് നമുക്ക് വരട്ടിയെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് പായസത്തിന് ആ ഒരു മധുരം ശരിക്കും കിട്ടുള്ളൂ. വരട്ടി കഴിഞ്ഞാൽ അത് ഏത് പായസം ആയാലും അതെ ശരിക്കും വരട്ടിയെടുക്കണം. എന്നാൽ ആ മധുരം നമ്മൾ അളവിനുള്ള മധുരം എടുത്തിട്ട് അത് ആ മധുരം പായസത്തിൽ കിട്ടേണ്ടതാണ്. ശർക്കര ലായനി ഒഴിച്ചിട്ട് നമ്മളുടെ പഴം തിളയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് വരട്ടിയെടുക്കണം. വരട്ടി എടുത്തിട്ടാണ് നമ്മൾ 2-ാം പാല് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. കുറച്ചുകൂടെ നെയ്യ് മിക്സ് ചെയ്യാം. നമ്മൾ വരട്ടിയതിന് ശേഷമാണ് നമ്മൾ നെയ്യ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് 2-ാം പാല് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ വരട്ടി ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2-ാം പാല് മിക്സ് ചെയ്തോളാം. ഇത് നമുക്ക് തിളച്ച് ഒരു ഏകദേശം സെറ്റായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ പാലൊഴിച്ച് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടെ പാലും കൊണ്ട് മിക്സ് ചെയ്യാം. നമുക്കൊരു സ്പൂൺ ജീരകപ്പൊടി നമുക്ക് പാലിൽ മിക്സ് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്യണം.
ഏകദേശം നമ്മുടെ പായസം ഏറെക്കുറെ സെറ്റായിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് പാലൊക്കെ ഒഴിച്ച് ഏകദേശം വരട്ടി നമ്മളൊരു പരുവം, അതായത് പായസത്തിൻ്റെ കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം നേരം ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ്, മധുരമൊക്കെ കറക്റ്റാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫ് ചെയ്യാം. കാരണം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കരുത്. അപ്പോൾ നമ്മുടെ പായസം തിളച്ചിട്ടുണ്ട്. നമുക്കിത് നമ്മൾ നെയ്യിൽ നാളികേരം ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് നമുക്കിതിൽ ആഡ് ചെയ്യാം. നാളികേരം മാത്രമായാലും കുഴപ്പമൊന്നുമില്ല, അണ്ടിപ്പരിപ്പ് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. നമ്മൾ അണ്ടിപ്പരിപ്പ് ഒപ്പിച്ച് വെച്ചത് നമ്മൾ പായസം സെറ്റായി. നമ്മളെ പഴം പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു രൂപമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് നമ്മൾ വീണ്ടും വരും. അപ്പോൾ അതുവരേക്കും നമുക്ക് ബൈ.